എറണാകുളം സൗത്തിൽ ആക്രി ഗോഡൌണിന് തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 12ഓളം പാചകവാതക സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ അണയ്ക്കാനായത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോഴെന്താണ് പ്രദേശത്തെ സ്ഥിതി? പുക ഇപ്പോഴും ഉയരുന്നുണ്ടോ? ലിബീഷ്, തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അഗ്നിശമന സേന എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 40ലധികം വരുന്ന അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഇപ്പോൾ അല്പം പുക പുറത്തേക്ക് വരുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. പുക കൂടി അല്പസമയത്തിനകം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് അഗ്നിശമന സേനയുടെ പ്രതീക്ഷ. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പലരും ഇവിടെ നിന്ന് പോവുകയാണ്. അവരുടെ ദൗത്യം അവസാനിപ്പിച്ച് അവർ മടങ്ങുകയാണ്. കാരണം പുലർച്ചെ 2 മണി മുതൽ ആണ് അവർ, ഇപ്പോൾ സമയം 10 മണി ആയിരിക്കുന്നു. 2 മണി മുതൽ അവർ ഇവിടെ ദൗത്യം ആരംഭിച്ചതാണ്. അത് പൂർത്തിയാക്കി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പല യൂണിറ്റുകളും അവർ തിരിച്ചു മടങ്ങുകയാണ്. കാരണം അത്ര വലിയ ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറെ പണിപ്പെട്ടുകൊണ്ട് തന്നെയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ തരത്തിലുള്ള ഒരു അഗ്നിബാധ തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, എറണാകുളം നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. കോർപ്പറേഷൻ കൗൺസിലർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർ മാലിനി കുറുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് സംഭവം അറിയുന്നത്? ഞാൻ സംഭവം രാത്രി 2:30-3 മണിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫയറിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ തീപിടുത്തത്തിൻ്റെ ഒരു പ്രാഥമിക കാരണം എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്? ഇല്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ കട ഏറെക്കാലമായിട്ട് ഒരു 30 വർഷത്തോളമായി ഇവർ റൺ ചെയ്യുന്നുണ്ട് ഇവിടെ. മറ്റ് ദുരൂഹ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണോ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച മനസ്സിലായത്? ഈ തീപിടുത്തവുമായി ഇല്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതെന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നഗരസഭ കോർപ്പറേഷൻ കൗൺസിലാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർ എല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പ്രദേശത്തുണ്ടായിരുന്നു. പോലീസിനും അഗ്നിശമന സേനയ്ക്കുമൊപ്പം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ആക്രി ഗോഡൌണാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ആക്രി ഗോഡൌണുകളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്ര വലിയ ഒരു ആക്രി ഗോഡൌണാണ്. 15 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് തീപിടുത്തത്തിന് പിന്നിൽ ഒരു പോലീസിന്റെയും ഒരു പ്രാഥമിക നിഗമനം, സമീപത്തു കൂടി കടന്നു പോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടടക്കം സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ തീപ്പൊരി പടർന്ന് വീണതാവാം തീപിടുത്തത്തിന് കാരണം എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. മറ്റ് കൂടുതൽ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ. പ്രദേശത്ത് CCTV ക്യാമറകൾ അടക്കമുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. നിലവിൽ ഈ പുക കൂടി ശമിപ്പിക്കാനുള്ള ദൗത്യത്തിലാണ് അഗ്നിശമന സേനയും പോലീസും എല്ലാം തന്നെ ഉള്ളത്. വളരെ വലിയ ഒരു തീപിടുത്തം, എറണാകുളം ജില്ലയെ നടുക്കുന്ന തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 9 തൊഴിലാളികൾ ഇതിന് തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്നിരുന്നു. ഇവരെല്ലാം തന്നെ തീപിടുത്തം ഉണ്ടായ അതേ സമയത്ത് തന്നെ വിളിച്ചുണർത്തി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വലിയ ഒരു അത്യാഹിതം ഒഴിവാക്കാൻ കഴിഞ്ഞു. 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ആ ഗ്യാസ് സിലിണ്ടറുകൾ പലപ്പോഴും പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. 10 മീറ്റർ അകലത്ത് റെയിൽവേ ട്രാക്കാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. 2 മണിക്കൂറോളം നേരം റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് റെയിൽ ഗതാഗതം സാധാരണ നിലയിലായത്. ഇത്തരത്തിൽ വലിയ എറണാകുളം നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് തന്നെയാണ് തീപിടുത്തം ഉണ്ടായത്. തൊട്ടടുത്ത് വർക്ക്ഷോപ്പുകളുണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഏറെ വാഹനങ്ങൾ, സർവീസിന് വേണ്ടി വന്ന വാഹനങ്ങളുണ്ട്. എന്നാൽ ഈ വാഹനങ്ങളിലേക്കൊന്നും അഗ്നി പടർന്നില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യം. അത്തരത്തിൽ അഗ്നി പടർന്നിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. അത് അഗ്നി പടരാതെ നോക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും നേർന്ന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് അടക്കം, അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസ് അടക്കമുള്ളവർ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ ജീവനക്കാരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. വലിയ തരത്തിൽ, കാരണം ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ, ഈ ഗോഡൌണിന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തീവച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണമാണ്. പക്ഷേ പ്രാഥമിക നിഗമനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടടുത്ത വൈദ്യുതി കമ്പിയിൽ നിന്ന് തീ പടർന്നതാണ് എന്നൊരു പ്രാഥമിക നിഗമനമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത്. എന്തായാലും ഇത്
ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കും. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ എല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CCTV ബിൽഡിംഗിന്റെ കെട്ടിടത്തിൽ CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഏറെ ഗൗരവകരമായ എറണാകുളം നഗരഹൃദയത്തോട് ചേർന്നുള്ള ആക്രി ഗോഡൌണിന് തന്നെയാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒരു സമയോചിത ഇടപെടൽ, അവരുടെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. ആ ഏകോപനം തന്നെയാണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഈ എറണാകുളം നഗരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ലിബീഷ്, നിതിൻ, ഒരു ഗോഡൌൺ ആകുമ്പോൾ അവിടെ ധാരാളം വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആക്രി ഗോഡൌൺ ആകുമ്പോൾ പലതരത്തിലുള്ള ഒഴിഞ്ഞ കുപ്പികൾ, എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് പറയുന്നത്? ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റുകളും പ്ലാസ്റ്റിക് കുപ്പികളും പെയിന്റ് കുപ്പികൾ, പെയിന്റ് ഡപ്പകൾ അടക്കമുള്ളവ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരപ്രകാരം വലിയ തരത്തിലുള്ള ഒരു അഗ്നിബാധ ഉണ്ടായാൽ അതണയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു തീപിടുത്തം ഇവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം നേരത്തെ ഇത്തരം ഗോഡൌണുകളിൽ അഗ്നിബാധ ഉണ്ടായാൽ അത് തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട വസ്തുക്കളെല്ലാം തന്നെ ഉണ്ട്. എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ചെറിയ വസ്തുക്കൾ ഇവിടെയുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയൊരു തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അഗ്നിശമന സേന പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്ത് എത്തിയതിനാൽ അവർക്ക് പെട്ടെന്ന് തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അല്ലാതെ ഈ ആക്രി ഗോഡൌണിൽ അല്ലെങ്കിൽ ഈ ഗോഡൌണിലോ ഈ കെട്ടിടത്തിലോ ഒരു വലിയ അഗ്നിബാധ ഉണ്ടായാൽ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്, കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് ആധുനിക ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അഗ്നിശമന സേനയ്ക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞു. പുലർച്ചെയായതിനാൽ റോഡിൽ എങ്ങനെയും വാഹന തടസ്സമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവർക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 40ഓളം വരുന്ന യൂണിറ്റുകൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ BPCLയെയും ഷിപ്പ്യാർഡിലെയും അടക്കമുള്ള അഗ്നിശമന സേനയുടെ യൂണിറ്റ് ഇവിടെ എത്തി. അവർക്ക് പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അത്യാഹിതം ഒഴിവായത്. ലിബീഷ്, ഈ സമീപത്തെ വീടുകളിലെയും ലോഡ്ജുകളിലെയും ഒക്കെ താമസക്കാരെ ഒഴിപ്പിച്ചതായി നേരത്തെ നിതിൻ സൂചിപ്പിച്ചിരുന്നു. അവർക്ക് മറ്റു ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നിലവിൽ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ അഗ്നിബാധ കണ്ടതിന്റെ ഒരു ഞെട്ടലാണ് ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പ്രായമായ ഒരു സ്ത്രീ ഉള്ളത്. അവർക്ക് തീപിടുത്തം പെട്ടെന്ന് കണ്ടു. അവരുടെ മകനാണ് അവരെ ഇവിടെ നിന്ന് മാറ്റിയത്. ഈ ബിൽഡിങ്ങിന് ഈ തീപിടുത്തം ഉണ്ടായ ആക്രിക്കടയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ഈ വീട് നിലനിൽക്കുന്നത്. പെട്ടെന്ന് അത് പുലർച്ചയോടുകൂടി ആളുകൾ ഓടിക്കൂടി ഇവരെ വിളിച്ചുണർത്തിയപ്പോൾ ഈ തീ കത്തുന്നത് കണ്ട ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നല്ലാതെ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് ലോഡ്ജുണ്ട്. ആ ലോഡ്ജിലെ ആളുകളെ മാറ്റി. അവിടെ താമസക്കാരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇവിടെ ആളുകളെ മാറ്റാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ വലിയൊരു അത്യാഹിതമൊഴിയായി. പക്ഷേ അതിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സിലിണ്ടറുകൾ പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചെറിയൊരു അപകട ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രാക്ക് ഉള്ളത് തന്നെ ഒരു അപകട സൂചനയാണ്. കാരണം റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ വൈദ്യുതി കമ്പികൾ കടന്നു പോകുന്നുണ്ട്. അതിലേക്കൊന്നും തീപടരാതെ നോക്കാൻ കഴിഞ്ഞു. എന്തായാലും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും പ്രവർത്തനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അത്തരത്തിൽ അവർക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ നിമിഷ നേരം കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും ശ്ലാഘനീയമായ കാര്യം. പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ എറണാകുളം മേൽപ്പാലത്തിന് മുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ മേൽപ്പാലത്തിന് മുകളിൽ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ നിർത്തിയാണ് അവർ വെള്ളം പമ്പ് ചെയ്തത്. ഇവിടേക്ക് ഈ കടയുടെ തീപിടുത്തം നടന്ന ഗോഡൌണിന് തൊട്ടടുത്തേക്ക് എത്താൻ ചെറിയ പ്രയാസമുണ്ട്. കൂടുതൽ വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ മേൽപ്പാലത്തിന് മുകളിൽ വാഹനം നിർത്തിയാണ് അവർ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ചത്. അതിനു മുകളിൽ നിർത്തി വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്യുകയായിരുന്നു. 3 വാഹനങ്ങളാണ് ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ താഴേക്ക് എത്തിയത്, കടയുടെ അരികിലേക്ക് എത്തിയത്. അത്തരത്തിലാണ് അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. എന്തായാലും വലിയ ഒരു ദൗത്യമാണ് പൂർത്തീകരിച്ചത്. പ്രത്യേകിച്ച് ഏറെ തിരക്കേറിയ പ്രദേശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നു. തൊട്ടടുത്ത് വാഹനം പോകുന്ന ദേശീയപാതയുണ്ട്. അതിന് തൊട്ടടുത്ത് മെട്രോ കടന്നു പോകുന്ന മെട്രോ റെയിൽപാളമുണ്ട്. ഇത്തരത്തിൽ ഏറെ തിരക്ക് പിടിച്ച ഒരു പ്രദേശം, കൂടുതൽ വരിവരിയായി കടകളുള്ള ഒരു പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത്. അങ്ങനെ ഏറെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ പുലർച്ചെ അർദ്ധരാത്രി ആയതിനാൽ അധികം ആളുകൾ ഒന്നും
റോട്ടിൽ ഇല്ലായിരുന്നു. പലരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ കിടക്കുന്നവരെ വിളിച്ചുണർത്തി രക്ഷപ്പെടുത്തുക എന്നത് ഒരു ദൗത്യമായിരുന്നു. ആ ദൗത്യം കൂടി വളരെ കൃത്യമായി നടപ്പാക്കാൻ, അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർക്കും രക്ഷാപ്രവർത്തകർക്കും അഗ്നിശമന സേനയ്ക്കും കഴിഞ്ഞു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഈ തീപിടുത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആക്രിക്കട പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. 30 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആക്രിക്കടയ്ക്കാണ് ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത്. ആ ആക്രിക്കട പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. ലിബീഷ് പറഞ്ഞതുപോലെ, നേരത്തെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൂടുതലായി ഇവിടെ ഉണ്ടായിരുന്നു. അതിന് തീപിടിച്ചതോടുകൂടി അഗ്നിനാളം ആളിപ്പടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടയ്ക്ക് പെയ്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് ആശ്വാസകരമായി. ആ മഴ കൂടി രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആശ്വാസമായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു പരിധിവരെ തീക്കെടുത്തുന്നതിന് അഗ്നിശമന സേന വെള്ളം ഉപയോഗിക്കുന്നതോടൊപ്പം ആ മഴ കൂടി ആശ്വാസകരമായി മാറുകയായിരുന്നു. ലിബീഷ്. ശരി നിതിൻ. എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ആക്രി ഗോഡൌണിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ശ്രമകരമായ ദൗത്യമായിരുന്നു. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സംയോജിത ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ.